ഹായ്, എല്ലാവർക്കും സൺഡേ ചാറ്റിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂരിന്റെ മണ്ണിലാണ്. തൃശ്ശൂര് തേക്കിൻകാട് മൈതാനത്ത്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് വടക്കുംനാഥ സ്വാമി ക്ഷേത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തൃശ്ശൂർ പൊതുവെ ആഘോഷങ്ങളുടെ നാടാണ്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ തിമിർത്താടും. എന്തുകൊണ്ട് ഇവരിങ്ങനെ ആഘോഷിക്കും എന്നുള്ളത് ഇവിടുത്തെ ആളുകളോട് നമുക്ക് ചോദിച്ചറിയാം. വാ. പെരുന്നാളുകൾ ഇതേപോലെ ആഘോഷിക്കുന്ന നാട് വേറെ ഇല്ല. തൃശ്ശൂർക്കാർ ചെറിയൊരു വലിയൊരുന്നൊന്നുമില്ല. എല്ലാ ആഘോഷങ്ങളും നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ആഘോഷിക്കും. മതസൗഹാർദ്ദത്തിന്റെ നാടാണ് തൃശ്ശൂര്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരുള്ള എരിഞ്ഞേരിയങ്ങാടിയിലാണ്. എരിഞ്ഞേരിയങ്ങാടി ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വൈബാണ്. അതായത് ഏറ്റവും വലിയ പ്രത്യേകത രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അങ്ങാടി കിടന്ന് എരിയും. അത്രയും മനോഹരമാണ് കാണാനായിട്ട്. ഈ എരിഞ്ഞേരിയങ്ങാടിക്കും വെള്ളയപ്പങ്ങാടിക്കും അരിയങ്ങാടിക്കൊക്കെ ഒത്ത നടുവിലായിട്ട് ഒരു ദേവാലയമുണ്ട്, നമ്മുടെ സ്വന്തം പുത്തമ്പള്ളി. ആഘോഷങ്ങളുടെ നാടാണ് തൃശ്ശൂർ എന്ന് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. തൃശ്ശൂരുള്ള തിരുനാളുകളിലെ ഏറ്റവും മികച്ച പെരുന്നാളിലൊന്നാണ് നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാൾ. ഇവിടുത്തെ ഇടവക്കാരും തൃശ്ശൂർ അങ്ങാടിയിലെ കച്ചവടക്കാരും മാത്രമല്ല നാട്ടുകാരെല്ലാവരും കൂടി അടിച്ച് പൊളിക്കുന്ന പെരുന്നാളാണ് തൃശ്ശൂർ പുത്തമ്പള്ളി പെരുന്നാൾ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിലെ 3-ാം സ്ഥാനമാണ് നമ്മുടെ പുത്തമ്പള്ളിക്കുള്ളത്. അതേപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബെൽ ടവർ നമ്മുടെ പുത്തമ്പള്ളിയുടെ ബെൽ ടവറാണ്. ആ ടവറിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്ത് മനോഹരാന്ന് അറിയാം നമ്മുടെ ഈ കാഴ്ച കാണാനായിട്ട്. നമ്മളോട് കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് പുത്തമ്പള്ളി ഇടവകയിലെ വികാരിയച്ഛനായ തോമസ് കാക്കശ്ശേരി അച്ഛനും ട്രസ്റ്റിമാരാണ്. അച്ഛാ, ഈശംശേരിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ മതബോധന വിദ്യാർത്ഥികളോട് കൂടെ ഈ ക്രിസ്മസ് ആഘോഷിക്കാനും ഒപ്പം തന്നെ ജീസസ് ഈസ് ദ ഓൺലി വൺ സൊല്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. അച്ഛൻ, എന്താണ് ഇവിടുത്തെ കാറ്റീസിന്റെ അതേപോലെ തന്നെ ഇടവകയിലും മറ്റു വിശേഷങ്ങളെല്ലാം? എൻ്റെ ഒപ്പം ഉള്ളത് ഞങ്ങളുടെ കൈക്കാരന്മാരാണ്. ടി ജോസഫ്, ജോസ് ആലപ്പാട്ട്, ഡോക്ടർ ജോസഫ് കിരൺ ചാണ്ടി, 4 കൈക്കാരന്മാരാണ് പള്ളിക്കുള്ളത്. ഇത് തൃശ്ശൂർ അതിരൂപതയിലെ ഒരേ ഒരു ബസിലിക്കയാണ്. പരിശുദ്ധ വ്യാകുല മാതാവിന് വേണ്ടി പ്രതിഷ്ഠിതമായ ഈ ദേവാലയം ഇന്ന് 100 വർഷത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ്. തൃശ്ശൂർ നഗരത്തിൽ കത്തോലിക്കർക്ക് വേണ്ടി ആദ്യമായി ദേവാലയം 1815 പണി കഴിപ്പിച്ചത്. ശക്തൻ തമ്പുരാൻ്റെ പ്രത്യേക താല്പര്യത്തിലാണ്. ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്ന ക്രൈസ്തവർക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഇത് ഏഷ്യയിലെ ഉയരം കൂടിയ പള്ളികളിൽ 3-ാമത്തേതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ചുമർ ചിത്രങ്ങളെല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകളോളം നിന്ന് പഠിക്കാനും ആസ്വദിക്കാനും വക നൽകുന്നവയാണ്. മദ്ബഹായുടെ മുകൾ ഭാഗത്തുള്ള ഡോമിലെ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ഉയരം, 100 വർഷം മുൻപ് ഇത് ഒരു ആർക്കിടെക്ചർ മാർവൽ തന്നെയായിരുന്നു. അത്രയും മനോഹരമായിട്ട് ഗോത്തിക് മോഡലിൽ ഇത് പണി കഴിപ്പിച്ചിരിക്കുകയാണ്. ഇന്നിത് വ്യാകുല മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം എന്ന പേരിലാണ് ഏറ്റവും അധികം അറിയപ്പെടുന്നത്. ഓരോ വെള്ളിയാഴ്ചയും ആയിരക്കണക്കിന് പേര് രാവിലെ മുതലുള്ള ശുശ്രൂഷകളിൽ സംബന്ധിക്കാൻ വരുന്നുണ്ട്. ഇടവകക്കാരിൽ അധികവും കച്ചവടക്കാരാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വേദപാഠ അധ്യാപകരുണ്ട്. അവരിൽ 3-4 പേര് ഡോക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ രക്ഷകർത്താക്കളും കൃത്യസമയത്ത് കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും അവരെ അതിരൂപത തലത്തിലോ മറ്റു തലങ്ങളിലുള്ള മത്സരങ്ങളിലൊക്കെ പരമാവധി പങ്കെടുപ്പിക്കുവാനും ഒക്കെ താല്പര്യം കാണിക്കുന്നവരാണ്. ഈ ക്രിസ്മസ് കാലത്ത് ജീസസ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് സംവദിക്കാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്ന ഷാലോം TV പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇടവകയുടെ പേരിൽ, ബസിലിക്കയുടെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ശക്തമായ മതബോധനത്തിന് അധ്യാപകർ മാത്രമല്ല കേട്ടോ,
PTA ടീമും കൂടി വേണം. നല്ല ശക്തരായ PTA ടീമുള്ള ഒരു ഇടവകയാണ് നമ്മുടെ പുത്തമ്പള്ളി ഇടവക. PTA ഭാരവാഹികൾ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് PTAയുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ? സഭയുടെ അടിസ്ഥാനം തന്നെ കുടുംബമാണല്ലോ. അപ്പോൾ അവർക്ക് അതിന് കുടുംബത്തെ പ്രാധാന്യത്തെ പറ്റി പഠിപ്പിച്ച് അവരെ നല്ലൊരു കുടുംബത്തിലെ അംഗമായി വളർത്തുവാൻ ഞങ്ങൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന എല്ലാ കുട്ടികളിലും എല്ലാവരും ഒരു സ്വഭാവത്തിലുള്ളവരായിരിക്കില്ല. അവർ വഴിതെറ്റി പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, അതുപോലെ തന്നെ വഴിതെറ്റി പോകുന്ന കുട്ടികളുടെ അമ്മമാർക്കും മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, കുടുംബ പ്രാർത്ഥനയെ പറ്റി നല്ലൊരു അവബോധം കുട്ടികൾക്ക് കൊടുക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ കുട്ടികളുടെ ഓരോ വളർച്ചയിലും PTA നന്നായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെയാണ് പുത്തമ്പള്ളിയുടെ PTA അംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളോട് ഉറപ്പായിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ കാറ്റിസം ഡയറക്ടറായിട്ടുള്ള സൈജോ തൈക്കാട്ടിലച്ചനാണ്. അച്ഛാ ഈശംശേരി സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, നമ്മൾ സൺഡേ ചാറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ്. അച്ഛാ, 2 വാക്ക്. ശാലം TV ഈ വർഷങ്ങളിൽ അവതരിപ്പിച്ച സൺഡേ ചാറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് വിശ്വാസ പരിശീലകരുടെ ഇടയിലും അതിരൂപതയിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഇടയിലും വളരെ നല്ല അഭിപ്രായമാണുള്ളത്. കാരണം അത് വിശ്വാസ പരിശീലനത്തിലെ നൂതന സാധ്യതകളെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള വലിയ അവസരമായിരുന്നു. അതിരൂപതയിലെ 30ഓളം ഇടവകളിലെ വിശ്വാസ പരിശീലന യൂണിറ്റിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടാനും അത് ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാകാനും ഈ പ്രോഗ്രാം ഇടവരുത്തി എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ശാലം TVയിലെ എല്ലാ പ്രവർത്തകർക്കും അതിരൂപതയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഭയുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും ഉതകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശാലോമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഒരൊറ്റ പരിഹാരമുള്ളോ? ആരാണ്? ഈശോ. ഓക്കെ, അപ്പൊ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ആദ്യം നമുക്ക് ചോദിക്കാം, നമുക്ക് സംസാരിക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസ് ആഘോഷിക്കാൻ നിൽക്കുന്ന നിങ്ങളോട് ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു കൂട്ടുകാരൻ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് എന്താണ് ക്രിസ്മസ്, നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയാ? ഒരു മിടുക്കൻ, നമുക്ക് ആ മിടുക്കന് മൈക്ക് കൊടുക്കാം. പാപങ്ങൾ മാറ്റാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രനെ അയച്ചതാണ് ഈ ക്രിസ്മസ്. ഇതിന് വേറെ ആർക്കെങ്കിലും ഒരു ഉത്തരം കൂടി തരാൻ പറ്റുമോ? ഈശോയുടെ ജനനമാണ് ക്രിസ്മസ്. ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്നതാണ് ക്രിസ്മസ്. അടിപൊളി. മെയിൻ പോയിന്റ് പറഞ്ഞിട്ടാ, ഈശോ നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യനായി പിറന്ന ദിവസമാണ് ക്രിസ്മസ്. അടിപൊളി. പിന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിറന്നതാണ് നമ്മുടെ പാപങ്ങൾ. അടുത്ത പോയിന്റ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിറന്ന ദിവസമാണ് ക്രിസ്മസ് ദിനം. അടിപൊളി. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഉത്തരം കേട്ടില്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റണം കേട്ടോ എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, നമുക്ക് വേറെ അർത്ഥമല്ലല്ലോ ഈ കാറ്റിസിലൊക്കെ വരണേലേ, പറയാൻ പറ്റണ്ടേ? ഇപ്പൊ എന്താ കൂട്ടുകാരനോട് പറയാൻ പോകുന്നത്? ക്രിസ്മസ് എന്താന്ന് ചോദിച്ചാ ക്രിസ്മസ് ഈശോയുടെ ജനനമാണ്. ഈശോയുടെ ജനനമാണ്. പിന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ മനുഷ്യനായി പിറന്നു. അടിപൊളി. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ. അപ്പൊ ഇനി ഉത്തരം വന്നോളൂ നിങ്ങൾക്ക്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യേശു മാത്രമാണ് അതിനൊക്കെ പരിഹാരമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ കുറേ പ്രതിസന്ധികളും സഹനങ്ങളും എല്ലാം വരും. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അധ്യാപകരോടോ മാതാപിതാക്കളോടോ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മുടെ സ്വന്തം രക്ഷകനും നമ്മുടെ നാഥനും കൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും നല്ല കളിക്കൂട്ടുകാരനുമായ ഉണ്ണീശോയോടാണ് നമുക്ക് എല്ലാം പറയാൻ പറ്റുക. അതായത് നമ്മൾ പള്ളിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയോട് നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാം. ഫിലിപ്പി 4:13 പറയുന്നത് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഉണ്ണീശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. അടിപൊളി കേട്ടോ, നല്ല ഉത്തരം. എനിക്ക് ആ ബൈബിൾ കോട്ട് ചെയ്ത് പറഞ്ഞാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. യേശുവിന്റെ ജനനം അനുസ്മരിക്കപ്പെടുന്ന ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടത്? ഓടി വരൂ. നല്ലൊരു ഗൈഡ് കൊടുക്കാം, കേൾക്കാം. മാതാപിതാക്കൾക്ക് അനുസരണമുള്ള കുട്ടികളായിട്ട് ജീവിക്കാം. പിന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യാം. ഈശോയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എല്ലാം മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. അടിപൊളി. ആള് പറഞ്ഞതിന്റെ പോയിന്റുകൾ മനസ്സിലായോ?
ഈശോ എങ്ങനെയാണ് ജീവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. മാതാപിതാക്കളെ അനുസരിച്ച് നല്ല മകനായി ജീവിച്ച അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ഇതേപോലൊക്കെ ചെയ്യാറുണ്ടോ? മാതാപിതാക്കളെ അനുസരിക്കാറുണ്ട്. നല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വർജിച്ചിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാറുണ്ട് അല്ലെ. നോമ്പെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വർജിച്ചത്? മാംസഭക്ഷണങ്ങൾ എല്ലാം. അമ്മേ, നല്ലൊരു കൈഡി കൊടുക്കാം. അടുത്ത ആരും ഉത്തരം പറയാൻ പോകുന്നേ? നല്ല ഒരു കുട്ടിയായി വളരണം, ആ, ഈശോയുടെ കൂടെ രസിച്ചും കൊച്ചു കൊച്ചു കുറുമ്പുകളൊക്കെ ചെയ്ത്. ആ, പറഞ്ഞോ. ഈശോയുടെ കൂടെ ഒപ്പം അല്ലെ. ആള് പറഞ്ഞാല് ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങള്? ആള് കറക്റ്റ് കാര്യം പറഞ്ഞ. ഈശോ എന്ന് പറയുമ്പോൾ ആളെ മനസ്സിലിപ്പോൾ ഉള്ളതൊരു ഉണ്ണീശോ ആണ് അല്ലെ. ഉണ്ണീശോയുടെ കൂടെ ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാണിച്ച് സ്വന്തം അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒപ്പം നടക്കുന്ന പോലെ അല്ലെ, സഹോദരനെ പോലെ നടക്കണം. ആളതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? ആ, പറയൂ. ഈശോ എല്ലാവരോടും നല്ല ബഹുമാനത്തിലും ശത്രുതയൊന്നും ഇല്ലാതെ ജീവിച്ചതുപോലെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുക. അടിപൊളി, നല്ലൊരു ഐഡിയ കൊടുക്കാം. ഓക്കെ, സോന പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? സോന ആദ്യം പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണ്ടോ നോക്കാം. നമ്മൾ ഈശോ എല്ലാവരെയും ലൈക്ക് ആരെയും എനിമീസ് ആയിട്ടല്ല കണ്ട, അതുപോലെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. നമ്മളെപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. എനിക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നിഷ്കളങ്കതയോട് കൂടിയുള്ള ഉത്തരമാണ്. അതായത് നമ്മൾ ഈശോയുടെ കൂടെ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിച്ച് അല്ലേ, അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. നമ്മുടെ കൂടെപ്പിറപ്പായിട്ട് ഇപ്പൊ ഈശോനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വഴിതെറ്റി പോവും. വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെപ്പിറപ്പാവും, പ്രശ്നങ്ങളായിരിക്കും മൊത്തം. എന്നിട്ട് ഏറ്റവും അവസാനം ഈശോയുടെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുവരും, എന്നെ ഒന്ന് കൂടെപ്പിറപ്പാക്കോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആളുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള മറുപടിയാണ്. സോനയ്ക്ക് ഒരു ഗംഭീര കൈഡി കൊടുക്കാം. ഗംഭീര കൈഡി. നിങ്ങളെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടാവും. അതുകൂടാതെ ഈ ക്രിസ്മസ് നാളുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോകുന്നത്? ഒരു മിടുക്കൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. വരൂ. പേരെന്താണ്? ജെയ്ക്ക്. ജെയ്ക്കാണ് ഉത്തരം പറയാൻ പോകുന്നത്. ജെയ്ക്ക് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലെ മിടുക്കൻ. കമോൺ. എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒരു അനുഭവമാണ്. ഞങ്ങള് കാറ്റീസം സ്റ്റുഡൻസും ടീച്ചേഴ്സായിട്ട് അനാഥാലയങ്ങളിലും മറ്റേ പാവപ്പെട്ടവരെ വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അംഗവൈകല്യം വന്ന കുട്ടികളെ വിസിറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം മൊത്തം അവരുടെ കൂടെ ചെലവഴിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരുമായി സംസാരിച്ച് ഇടപഴകി. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ അവരുടെ അടുത്ത് പോകാൻ. കാരണം അവരിലാണ് യഥാർത്ഥ ക്രിസ്തുവിനെ നമുക്ക് കാണാനും ദർശിക്കാനും സാധിച്ചത്. അതുപോലെയുള്ളവരുമായി ഇടപഴകുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ തന്നെ യഥാർത്ഥമായി കാണുവാൻ സാധിച്ചു. അത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങളെല്ലാവരും പുത്തമ്പള്ളിയിൽ നിന്ന് പോയത് ഒരു വലിയ കാര്യമായിരുന്നു. അതാണ് എനിക്ക് പങ്കുവയ്ക്കേണ്ടത്. അടിപൊളി. ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതായത് നിങ്ങൾ ഉറപ്പുവരുത്തുക, ക്രിസ്മസിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യണം. നിങ്ങളുടെ പാരൻസ്, ഇപ്പം നമുക്ക് ഇവിടുന്ന് പള്ളിയിൽ പോലുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസായിട്ട് ഒന്ന് പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾ പോയി കാണണം, അവരെ സഹായിക്കണം, എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള വാക്ക് പറയണം. നിങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ അവരെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ ആ ദിനങ്ങളിൽ അല്ലെങ്കിൽ നിയർ ഡേയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇച്ചിരി പൊതിച്ചോറൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. എന്തെങ്കിലും ഒരു കാരുണ്യമായിട്ടുള്ളൊരു കാര്യം കൂടി ചെയ്യുമ്പോഴാണ്. കാരണം കാരുണ്യത്തിന്റെ ആഘോഷം കൂടിയാണ് എന്ത്? ക്രിസ്മസ്. ക്രിസ്മസ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ക്രിസ്മസിന്റെ സന്ദേശം. അടിപൊളി, ഗംഭീരമായിട്ടുള്ള കൈ കൊടുക്കാം കേട്ടോ. ഗംഭീരമായിട്ടുള്ള ഡാൻസേഴ്സ് ആണ് പുത്തമ്പള്ളിയുള്ളവര്. നമുക്ക് അവരുടെ ഡാൻസ് ഒന്ന് കാണാം. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. നിറ നിറ പട്ടി നിറ, നിറ നിറ കുട്ട നിറ, പട്ടി നിറ കുട്ട നിറ കൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ.
കർഷകൻ ക്രിസ്തുനാഥനും. ഹൃദയമാണ് വയല്, വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ 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 ഹൊയ് ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ്. കണ്ണു ചിമ്മാതെന്നും കാത്തു കാത്തങ്ങനെ കാലം കടന്നു പോയി, കാറ്റും കടന്നു പോയി. നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം, കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം. അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയവൻ കൃപ, അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയവൻ കൃപ. അവയിൽ എന്റെ ഹൃദയം ഇന്നു പാടും ഹല്ലേലൂയ, അവയിൽ എന്റെ ഹൃദയം ഇന്നു പാടും ഹല്ലേലൂയ. ഹൊയ്യാരേ 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 ഹൊയ്യാരേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഇനി സമ്മാനങ്ങളുടെ പെരുമഴ ഉണ്ടോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് കേൾക്കാം. ഈ ക്രിസ്മസ് എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ഐറ്റം എന്തായിരിക്കും? ഗിഫ്റ്റുകള്. ഓക്കെ, അതല്ലാണ്ട് നമ്മുടെ വീടായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്രിസ്മസ് കൂട്. ക്രിസ്മസ് കൂട് അല്ലെങ്കിൽ പുൽക്കൂട് എന്നൊക്കെ പറയില്ലേ? ഈ പുൽക്കൂട് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ്? കൈപ്പൊക്കാട്ടോ, ഉത്തരം അറിയുന്ന ആൾക്ക് കൈപ്പൊക്കാം. അവിടെ ഒരു മിടുക്കൻ കൈപ്പൊക്കിയുണ്ട്, ഞാൻ അദ്ദേഹത്തെയാണ് കണ്ടേ. നല്ലൊരു കൈ കൊടുക്ക്. പേര് പറഞ്ഞോളൂ. ജുവലാണ് ഉത്തരം പറയുന്നത്. ആരാണ് ആദ്യമായിട്ട് ക്രിസ്മസ് കൂട് ഉണ്ടാക്കിയത്? ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. കറക്റ്റാണ്, നല്ല ഉത്തരം. ജുവലിന് സമ്മാനം നൽകാനായിട്ട് നമ്മുടെ ഇവിടുത്തെ കൊച്ചച്ഛനായിട്ടുള്ള ബെരുനച്ഛനെ ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈ കൊടുക്കാം. അച്ഛാ, നമ്മുടെ ഈ കുട്ടികളുടെ ഇടയിലുള്ള ഈ ദൈവവിളിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് അച്ഛനൊന്ന്. ദൈവം കരുണാമയനാണ്. കരുണയോട് കൂടിയിട്ട് ഈശോ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെല്ലാവരും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ക്രിസ്തുമസ്. അങ്ങനെയെങ്കിൽ ഈ ദൈവജനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തൻ്റെ വേലക്കാരെ ദൈവം തന്നെ തക്ക സമയത്ത് തിരഞ്ഞെടുത്ത് അയക്കും. ഇവിടെ ദൈവവിളിയെക്കുറിച്ച് നമ്മുടെ ഇടവകയിൽ നിലവിൽ 4 ബ്രദേഴ്സാണ് വൈദിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദികരോടും സന്യസ്തരോടുമുള്ള ഒരു ബഹുമാനവും ആദരവും ഉള്ളിൽ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും. അത് തന്നെ ആ ഒരു ദൈവവിളി പ്രോത്സാഹനത്തിന് കാരണമായിട്ട് തീരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബോൺ നതാലെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വരൂ വാ. പേരെന്തായിരുന്നു? അലൻ. ഹാപ്പി ക്രിസ്മസ് എന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെരി ക്രിസ്മസ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിരുന്നാലും തൊട്ടടുത്തെത്തി നമ്മുടെ അലനാണ്. അലന് കൊടുക്കാം നമുക്ക് സമ്മാനം. അലന് സമ്മാനം കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. മാഷ പേര്? ഫ്രാൻസിസ് മാഷ എത്ര വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു? 48 കൊല്ലമായി കാറ്റഗിസം പഠിപ്പിക്കുന്നു. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് തോന്നുന്നു പുത്തമ്പള്ളിയുടെ ഈ കഴിഞ്ഞ പെരുന്നാൾ 100 വർഷത്തെ അല്ലേ ആഘോഷമായിരുന്നു. അതിൽ ഏകദേശം പകുതിയോളം 48 വർഷമായിട്ട് മാഷ് ഇവിടെ അധ്യാപകനാണ്. ഒരു നല്ലൊരു കൈ കൊടുക്കാം ആദ്യം മാഷ്ക്ക്. മാഷെ, എന്താണ് ഈ പുത്തമ്പള്ളിയിൽ നിന്നുള്ള മാഷിന്റെ ഒരു എക്സ്പീരിയൻസ് അന്നും ഇന്നും? അങ്ങനെ ചോദിച്ചൂടെ? ഇന്നും വയസ്സായിട്ടുള്ള കാരണന്മാരായിട്ടുള്ള ആളുകൾ ഇന്നും
മാഷ് എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും വലിയ അഭിമാനം. അതാണ് എൻ്റെ മക്കൾ. കാരണം മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, മക്കളുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, 3 തലമുറ. അതെ, 3 തലമുറയെ പഠിപ്പിച്ചിട്ടുള്ള മാഷാണ് ഇവിടെ നിൽക്കുന്നത്. പുത്തമ്പള്ളിക്ക് അഭിമാനം കൊള്ളാം ശരിക്കും. 14 കൊല്ലം ഞാൻ HM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ HMൻ്റെ കാലഘട്ടത്തിൽ മെഡ്രാസിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. ഞാൻ ബാങ്കിലായിരുന്നു. മെഡ്രാസിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നപ്പോൾ 2 കൊല്ലം ഈ പറഞ്ഞ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എല്ലാ ആഴ്ചയും മുടങ്ങാതെ കാറ്റഗിസം പഠിപ്പിക്കാൻ വന്ന് മദ്രാസിൽ വന്ന് പോയി. അടിപൊളി. എല്ലാ ആഴ്ചയും ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്ന് കാറ്റഗിസം പഠിപ്പിച്ച് 2 വർഷം അല്ലേ? അത് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഈ ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത്. നല്ലൊരു കൈ കൊടുക്കാം മാഷ്ക്ക്. പക്ഷേ താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതും നിങ്ങളുടെ പള്ളിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യമാണ്. ചോദ്യം നമുക്ക് കേൾക്കാം. ഏത് വർഷമാണ് നമ്മുടെ പുത്തമ്പള്ളി സ്ഥാപിച്ചത്? 1940 കറക്റ്റ് ഉത്തരാണ്. മോൻ വരൂ. 2ാമത്തെ സമ്മാനം തോന്നൂ അല്ലേ? പേരൊന്ന് പറഞ്ഞേ. ജുവലെ ഇവിടെ 2ാമത്തെ തവണയാണ് സമ്മാനം മേടിക്കാൻ പോകുന്നത്. ജുവലിന് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു സിസ്റ്ററെ വിളിക്കുകയാണ്. സിസ്റ്റർ പ്ലീസ് കം. നല്ലൊരു കൈഡി കൊടുക്കാം. സിസ്റ്ററെ, വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. പുത്തമ്പള്ളിയിലെ ഈ മക്കളെ പറ്റിയിട്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്മസിന്റെ ഒരുക്കത്തെ പറ്റിയിട്ട് 2 വാക്ക്. പുത്തമ്പള്ളിയുടെ ഈ മക്കളെ, ഈശോയുടെ മക്കളെ എൻ്റെ കൂടി സ്വന്തം മക്കളാണ്. അവരെ അങ്ങനെ കണ്ട് ഞാൻ വചനം കൊടുത്ത് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അതോടൊപ്പം ഇവരും കൊച്ചു കൊച്ചു പുണ്യങ്ങളൊക്കെ ചെയ്ത്, ത്യാഗങ്ങൾ ചെയ്ത്, അതുപോലെ കലാപരിപാടികൾ അങ്ങനെ അവതരിപ്പിച്ചും ഒക്കെ ഈശോയെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന കുട്ടികളാണ്. അടിപൊളി. നല്ലൊരു കൈ കൊടുക്കാം നിങ്ങൾക്ക് തന്നെ. നമ്മുടെ പുത്തമ്പള്ളിയിലെ മിടുക്കര് മറ്റൊരു ഡാൻസ് കൂടി ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഡാൻസ് കാണാം. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ പക്ഷെ നമുക്ക് ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ക്രിസ്മസിനനുസരിച്ച് നല്ല രീതിയിൽ ഒരു ഒരുങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അതിനൊക്കെ പറ്റിയിട്ട് പക്ഷേ 2 വാക്ക്. വിശ്വാസ പരിശീലനത്തിൽ നമുക്കിപ്പോൾ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ടഫായിട്ടുള്ള കാലഘട്ടമാണ്. കൊച്ചുമക്കൾ വളരുന്ന രീതിയും അവരെ വളർത്തുന്ന രീതിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് അവരുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് കുട്ടികളെ ഓരോരുത്തരെയും വീടുകളിൽ പോയി കണ്ട് അവരെ മാതാപിതാക്കളുമായി സംസാരിച്ച് വളരെ നല്ലൊരു പരിശീലനമാണ് അവർക്ക് നൽകിക്കൊണ്ട് അവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അവരൊത്ത് കളിച്ച് അതുപോലെ തന്നെ പ്രോഗ്രാമുകൾക്ക് പോയി വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇവിടെ വിശ്വാസ പരിശീലനം നടത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കഴിഞ്ഞ വർഷം നമ്മളുടെ ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും ഫലമായിട്ട് എല്ലാവരുടെയും സഹകരണത്താൽ നമുക്ക് A ഗ്രേഡ് കിട്ടി. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിവിടെ വരികയും നിങ്ങളിവിടെ ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്നതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഒത്തിരി സന്തോഷം. ഒത്തിരിയധികം പ്രവർത്തനങ്ങളാണ്. തികച്ചും പുത്തമ്പള്ളി മറ്റിടവുകളിലേക്ക് ഒരു മാതൃക കൂടിയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവിനെ കേക്ക് കട്ടിങ്ങിനായിട്ട് ക്ഷണിക്കാം.
പുത്തുമ്പള്ളിയിലെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സൺഡേ ചാറ്റിൻ്റെയും ശാലോം ടിവിയുടെ വക എല്ലാവർക്കും ഹാപ്പി